പുഷ്പ നന്നായിട്ട് അവറേജ് കുഴപ്പമില്ല. അങ്ങനെ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നൈസ് ആയിട്ടുണ്ട്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണർ. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു മർഡർ മിസ്റ്ററിയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ കാണും, ഞാൻ സസ്പെൻസ് കളയാൻ. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. ബ്രോ പടം ഉണ്ടായിരുന്നു? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്, അല്ലാതെ വില്ലനെ ലാസ്റ്റ് ക്ലൈമാക്സ് ആ സെറ്റപ്പ് അല്ല. പക്ഷേ ഒരു നന്നായിട്ട് ഗ്രിപ്പിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ലെങ്ത് കുറവാണെന്ന് തോന്നുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ 2.5 മണിക്കൂർ താഴെ ഉള്ളൂ. നല്ല 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 BGM ടോപ്പ് നോച്ച്. പെർഫോമൻസ് ആസ് യൂഷ്വൽ. ആസിഫ് അലി അറിയാമല്ലോ, പുള്ളി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കിഷ്കിന്താണ്ടൊക്കെ പറയാൻ പറ്റില്ല. കിഷ്കിന്താണ്ടം കുറച്ചുകൂടെ സ്ലോ പേസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ഗംഭീര സിനിമയാണ്. അതൊരു മിസ്റ്ററി അല്ലേ, ഇത് മിസ്റ്ററി ഒന്നുമില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. ആ ട്രെയിലർ പറയുന്നത് തന്നെയാണ് സിനിമ എന്താണ്. 100% ആയിരിക്കും. പിന്നെ ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതുവരെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ്. അത് ഇനി ഉണ്ടാവുന്നതാണ്. കാരണം ഇതിൻ്റെ പിറകിൽ ഭയങ്കര ഒരു റൈറ്റിംഗ് ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. അതായത് ഒരു സിനിമയല്ല സത്യം പറഞ്ഞാൽ, അത് കാണുമ്പോൾ മനസ്സിലാവും. കാതോട് മാത്രമല്ല, വേറെയും കുറേ സിനിമകളുടെ റെഫറൻസ് ഉണ്ട്. ആ റെഫറൻസുകളുടെ സിനിമയിൽ കണക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, സംവിധായകൻ ജോഫിന് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ലാതെ അത് പറ്റില്ല. പിന്നെ ഒരുപാട് റെഫറൻസ്, ഒരുപാട് ഭരത് സാർ ഉൾപ്പെടെ കമൽ സാർ ഉൾപ്പെടെ ഉള്ളവരുടെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കാസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ലെവല് ഗംഭീരമായിട്ടുണ്ട്. അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പോൾ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ആയിരിക്കും എല്ലാവരും പറയുന്ന ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, ടൊറന്റിനോയുടെ പടം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഹേറാമാണ് ഹിസ്റ്ററി. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. നടന്നു പോകാമെന്ന് ചോദിച്ചാൽ നടന്നതല്ല, പക്ഷേ ആ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഗംഭീരമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ തുടക്കമാവട്ടെ, ഇനി ഇതുപോലെ സിനിമകൾ വരട്ടെ. പിന്നെ നല്ലൊരു ചാൻസ് ഉണ്ട്. 100% ആയിരിക്കും. ഞാൻ ഐഡൻറ്റിറ്റി കണ്ടതാണ്, ഐഡൻറ്റിറ്റി ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തോ ആയില്ല. ഇത് 100% ഹിറ്റാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആസിഫ് അലി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു. പടം ഗംഭീരമായിരുന്നു. ആസിഫ് അലിയുടെ ഒരു കരിയർ ബെസ്റ്റ് സിനിമയായിരിക്കും ഈ സിനിമ. കിഷ്കിന്താകാണ്ഡത്തിനെക്കാളും മേളിൽ നിൽക്കുന്ന സിനിമയാണ്. ത്രൂ ഔട്ട് ഒരു സ്ക്രിപ്റ്റ് ബേസ് എല്ലാം ഗംഭീരമായിട്ടുള്ള സിനിമ. ഒരു 2025 നല്ലൊരു തുടക്കമായിരിക്കും സിനിമ. ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസും ഫ്ലാഷ് ബാക്സ് വരുന്നുണ്ടെങ്കിൽ അത് സിനിമയ്ക്ക് വേണ്ടി പല സിനിമകൾ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയുടെ ഒരു കരുത്തെന്ന് പറയുന്നത്. തീർച്ചയായും നല്ലൊരു സിനിമ, എല്ലാവർക്കും കുട്ടികളും കുടുംബക്കാരൊക്കെ ഒന്ന് കാണാമെന്നുള്ള നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു. നന്നായിരിക്കുന്നു. സൈലന്റ് മൂവിയാണ്, കൊള്ളാം, നല്ല പടം. ത്രില്ലിംഗ് തന്നെ പടം, മൊത്തം ത്രില്ലിംഗ്, കൊള്ളാം, നല്ല പടം. വൈറ്റൊക്കെ കൊള്ളാം, നല്ല പടം. രേഖാചിത്രം ത്രില്ലറായിരുന്നു. ത്രില്ലറാണ്, പക്ഷെ കൂടുതൽ പറയത്തില്ല. ആളുകൾ പോയി ഒരുപാട് കാതോട് സിനിമ പറയത്തില്ല. ഇഷ്ടപ്പെട്ടു സംഭവം, അത്രേ ഉള്ളൂ. താങ്ക് യു. ബേസ് ചെയ്തിട്ടാണ്. മമ്മൂക്കയുടെ എൻട്രി ഉണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ കാണും, ഞാൻ സസ്പെൻസ് കളയാനില്ല. കിഷ്കിന്താകാണ്ഡത്തിന്റെ ആ ഒരു റേഞ്ച് ഒക്കെ വന്നായിരുന്നു. അല്ല, അത് അത്രയില്ല, പക്ഷെ എന്നാലും കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കുക. ചേട്ടാ പടം ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ എൻട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. കിഷ്കിന്താകാണ്ഡത്തിന്റെ ആ ഒരു അത്ര റേഞ്ച് ഇല്ല. കൊള്ളാം, അടിപൊളി. ത്രില്ലറായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ കാതോട് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു മർഡർ മിസ്റ്ററി, അത് സോൾവ് ചെയ്യുന്നത് നമ്മുടെ നായകൻ ആസിഫ് അലിയാണ്. പക്ഷേ നന്നിട്ട് ആ സിനിമയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതെല്ലാം മേക്കിങ്ങും ബ്ലെൻഡ് ചെയ്ത രീതി. ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെന്നൊക്കെ. ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. മമ്മൂട്ടി ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. പക്ഷേ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്, കൊള്ളാം, നന്നായിട്ട്. നല്ല പടം. ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുറച്ചുണ്ട്. ആവറേജ്, കുഴപ്പമില്ല. ഡിസ്റ്റായിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. ആവറേജ്, കുഴപ്പമില്ല, കൊള്ളാം. നല്ല പുതിയ ട്രീറ്റ്മെന്റ് ആണ്. ആസിഫിന്റെ അഭിനയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല ഇതാണ്, അടിപൊളി പടം, ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, ആവറേജ്. കുഴപ്പമില്ല, കൊള്ളാം. ത്രില്ലറോ? ഡീസൻറ്റ് ത്രില്ലറാണ്, വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് ചെറിയ ലാഗ് ആവുന്നുണ്ട്, എങ്കിലും ഓക്കെ, ഡീസൻറ്റ് ത്രില്ലറാണ്. മമ്മൂക്കയുടെ അപ്പിയറൻസ് ഉണ്ടെന്നൊക്കെ ഒരു അത് സസ്പെൻസ് പറയുന്നത് ശരിയല്ലല്ലോ, കുഴപ്പമില്ല, ആവശ്യത്തിന് ഓക്കെയാണ് പടം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എല്ലാം എങ്ങനെയാണെന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്, പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുത്തുന്നുണ്ട്. നമ്മുടെ കിഷ്കിന്താകാണ്ഡത്തിന്റെ ഒരു റേഞ്ച് ഇല്ല, ആ റേഞ്ച് ഒന്നുമില്ല, അതൊന്നുമില്ല, അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. കിഷ്കിന്താകാണ്ഡമൊക്കെ വേറെ ലെവലല്ലേ, ആ ഒരു റേഞ്ചൊന്നും വന്നിട്ടില്ല, എങ്കിലും ഡീസൻറ്റ് ത്രില്ലറാണ്. ആ ഒരു ലെവലിൽ കാണാൻ പറയാം. വൺ ടൈം സുഖമായിട്ട് കാണാം, വലിയ പ്രശ്നം ഇല്ല, കുഴപ്പമില്ല. നല്ല സിനിമ, പഴയ ഒരു കാതോട് ആയിട്ടുള്ള കണക്ഷനൊക്കെ ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ട്, കണ്ടു നോക്കിയാൽ മതി, നല്ല സിനിമ. നമ്മുടെ കിഷ്കിന്താകാണ്ഡത്തിന്റെ റേഞ്ച് ഒക്കെ ഉണ്ടാവും. ഉണ്ട്, കാണാൻ നല്ല സിനിമ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെ. നല്ല സിനിമയായിരുന്നു. ആസിഫിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കിഷ്കിന്താകാണ്ഡത്തിന്റെ ത്രില്ലറാണ് മൂവി. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ് ആണ്. ആയിരിക്കും. പടം കണ്ടായിരുന്നു? രേഖാചിത്രം പടം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്.
പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആസിഫിന്റെ? ആസിഫിന്റെ പെർഫോമൻസ് നന്നായിരുന്നു. പിന്നെ പുഷ്പ നന്നായിരുന്നു. പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതില് മലയാളത്തിൽ ഈ വർഷത്തെ ആദ്യ ഹിറ്റ് ആയിരിക്കും. മേ ബി